ഹായ് ഗൈസ്, US മലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ നിങ്ങളോട് ഇത് പറയാതെ പോകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ വീഡിയോ ചെയ്തത്. കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിന് UK എന്നൊരു ജോബ് ഓഫർ വന്നു. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. സംഭവം അത്രയ്ക്കും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജോബ് ഓഫറാണ് പറഞ്ഞു വരുമ്പോഴത്തേക്ക്. ജെന്യൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ ഗ്ലാൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും വിശ്വസിച്ചു പോകും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അതായത് ഹെലൻ മില്ലർ എന്ന് പറഞ്ഞിട്ട് ആളാണ് ഇങ്ങനെ ക്ലയൻറ്റിനെ കോൺടാക്ട് ചെയ്ത്. ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡിങ് കേട്ടോ. കമ്പനി ഫോൺ നമ്പർ എല്ലാം നിങ്ങൾക്ക് കാണാൻ സൈഡിൽ. കമ്പനി ഫോൺ നമ്പർ, പിന്നെ കാര്യങ്ങൾ, അതിൻ്റെ വെബ്സൈറ്റ്, UK രജിസ്ട്രേഷൻ നമ്പർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വെറും $250 മാത്രം അടച്ചാൽ മതി. ബാക്കി വിസ ഫീസും ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും ഹെൽത്ത് സർചാർജും എല്ലാം എംപ്ലോയർ അടിക്കും എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ഞാൻ വീട്ടിലേക്ക് പോകാം. ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ വർക്കറായിട്ടായിരുന്നു ജോലി ഓഫർ ചെയ്തത്. അപ്പോൾ ഇവർക്ക് ഈ ജോലി ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താ പറയുന്നത്, UK ഒരു കമ്പനി ആയാലും ഈ ജോബ് ഓഫർ ഇല്ലാതെ, അതായത് ഒരു ജോബ് ഓഫറിൻ്റെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് COS എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ, COS എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ ഈ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കൺവിൻസ്ഡ് ആയി സത്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു $30,000 അടയ്ക്കണം. അത് $250 മുതൽ $350 വരെ അടയ്ക്കണം. അപ്പം ഇത് ഒരു സ്കാം ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. പക്ഷെ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഇതേപോലെ ആയിരക്കണക്കിന് കേസുകൾ റെഡിറ്റിലും അവിടെയൊക്കെ കാണാൻ പറ്റി. സോ ഞാൻ ഒന്നുകൂടെ ഡിഗ് ചെയ്തു, ക്ലൗഡിലൊക്കെ പോയി ഇതിനൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അവർ കമ്പനി വെബ്സൈറ്റ് ഉണ്ട്, UK ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പറുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസ പ്രോസസ് ഉണ്ട്, ഇമെയിൽ അഡ്രസ്സ് ഒതൻറ്റിക്കാണ്, ഫോൺ നമ്പർ ഒതൻറ്റിക്കാണ്, അഡ്രസ്സ് ഗൂഗിൾ മാപ്പിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പിടിച്ചു ഞാൻ പറയാം. അപ്പം അവർ വർക്ക് ഇൻവിറ്റേഷൻ ഫീ എന്ന് പറഞ്ഞ് $250 മുതൽ £350 വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫീസ് UK ഇല്ല. അത് സെർച്ച് ചെയ്യാൻ മനസ്സിലായാണ്. പിന്നെ ഈ COSനെ കുറിച്ച് യാതൊരുവിധ മെൻഷനും ഇല്ല. അത് മാൻഡേറ്ററി ആണ്. UK വർക്ക് വിസയ്ക്ക് COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് മാൻഡേറ്ററി ആണ്. മൂന്നാമത് ടെലിഗ്രാം വഴിയാണ് ഇയാൾ കോൺടാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ടെലിഗ്രാമിൽ ഒരു കമ്പനിയും, ഒരു ഏജൻസിയും UK ന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാലും ടെലിഗ്രാം വഴി ഒരു കമ്പനിയും ഹയർ ചെയ്യുന്നില്ല. പിന്നെ നാലാമത് പറയുമ്പോഴത്തേക്ക് ബിഗ് ബ്രാൻഡ് നെയിമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ബോഷ്, ആൽഡി, അങ്ങനെ മെഴ്സിഡസ്, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ ഇതായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഫാക്ടറി വർക്കറിന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫാക്ടറി വർക്ക് £20 ശമ്പളം എന്ന് പറഞ്ഞ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇത് ജെന്യൂൻ അല്ല എന്ന് മനസ്സിലായി. സോ ഞാൻ ഇവരോട് ഇനി സംസാരിക്കാൻ പോവുകയാണ്. അത് സംസാരിച്ച് ഇവരെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ പയ്യനൊക്കെ പറഞ്ഞ് 10 പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരു റിയൽ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജന്റിന്റെ വഴിയോ നിങ്ങൾ അപ്ലൈ ചെയ്യണം. പ്രോപ്പർ ഓഫർ ലെറ്റർ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് എംപ്ലോയർ വന്ന് COS കിട്ടും, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തരും. അതിനുശേഷം നിങ്ങളാണ് ഗവൺമെന്റ് ഓഫ് UKയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു അപ്ഫ്രണ്ട് പേയ്മെന്റും UK എംപ്ലോയേഴ്സ് മേടിക്കില്ല. ഏജന്റിന് പേയ്മെന്റ്, ഇപ്പോൾ ഏജന്റാണ് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഏജന്റിന് ഡയറക്റ്റ് ആയിരിക്കും പേയ്മെന്റ്. അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സ്കാംസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഈ പെട്ടെന്ന് എബ്രോഡിലേക്ക് പോവുക, യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് റിയൽ കമ്പനി നെയിമും വെബ്സൈറ്റും റിയൽ പ്രൊഫഷണൽ PDF കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ട് ഇവർ ടെലിഗ്രാം വഴിയോ ഏതെങ്കിലും ഒരു ചാനൽ വഴിയോ നിങ്ങളെ ബന്ധപ്പെടും. മെയിൻലി ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഇത് മെയിൻ ഈ ലീഡുകൾ കിട്ടുന്നത്. സോ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ആടുകൾ 90% ഫേക്കാണ്. സോ നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാലും ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. സോ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലൗഡ് ഉപയോഗിക്കുക. ക്ലൗഡിൽ പോയിട്ട് ഈ ജോബ് ഓഫറിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ PDF അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനോ ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ആഡ് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലൗഡിനെ കൊണ്ട് അനലൈസ് ചെയ്യുക. ക്ലൗഡ് അപ്പോൾ ഡീപ്പ് അനാലിസിസ് നടത്തിയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന രീതിയാണിത് കേട്ടോ. ഞാൻ ഒരു പോസ്റ്റർ കിട്ടിയ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പം
ഇപ്പം യു കെയുടെ കാര്യം മാത്രമല്ല, ഇപ്പം യു എസിലാണെങ്കിൽ പോലും ഈ വർക്ക് വിസ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അപ്ഫ്രണ്ട് പേയ്മെൻറ്റും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള യൂറോപ്പിലേക്കൊക്കെ വിടുന്ന ആൾക്കാർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ചില ഏജൻസികൾ റിലയബിൾ ആണ്, ചിലർക്ക് അത് അവരുടെ പേഴ്സണലായിട്ട് പൈസ മേടിക്കുന്നതാണ്. പക്ഷേ യു കെ, എസ്പെഷ്യലി യു കെക്ക് ഒരു ഏജന്റിനും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടുത്തെ കമ്പനികൾ ഡയറക്റ്റ് ആയിട്ടാണ് ഏജന്റിന് പേയ്മെന്റ് ചെയ്യുന്നത്. സോ ഏജന്റിന് 10 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മറ്റേ വിസ അപ്രൂവൽ ഫീ എന്നോ വിസ ലെറ്റർ ഫീ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അവർ അവതരിപ്പിക്കാൻ നോക്കും. പക്ഷേ 10ന്റെ പൈസ ഒരു കൊടുക്കണം. കാരണം ഞാനിവരുടെ എംപ്ലോയ്മെന്റ് ഗ്രൂപ്പ് കണ്ടപ്പോൾ ഏകദേശം 7000 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ എത്ര പേര് വരെ പറ്റിച്ച് കാണും. അപ്പം അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം എന്താന്ന് വെച്ചാൽ പിന്നെ ഏത് വർക്ക് ഇൻവിറ്റേഷൻ ഫീ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ലൈനിലാണ് നമ്മൾ ഇവർ കണ്ടുപിടിച്ചത്. സോ 250 പോലും 350 പൗണ്ട്. സോ അങ്ങനെ ഒരു ഫീയും യു കെ ഇമിഗ്രേഷനിൽ ഇല്ല. സോ ടെലിഗ്രാമിൽ നിന്ന് വരുന്ന ഒരു ഇൻവിറ്റേഷൻസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ഒരു എംപ്ലോയറെ നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക. മെയിൻലി ടെലിഗ്രാം, അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുന്ന ലീഡുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ വാച്ചിങ് ഗൈസ്. Stay safe, keep your money safe. All the very best. Cheers.